പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഉയരങ്ങൾ ഉശാന. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്ദനം വരുവാനിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങൾ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളാടിയാരോട് കരുണയെന്ന മനുഷ്യരാജാവേ, നിനക്ക് സ്തുതി. ബാരക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാവണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടവും പാപവും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചോളണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള കന്യമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചെരിപ്പെടുമാറാണമേ. ആമീൻ. ബാറക്കുമോർ. ഈ പകലിന്റെ നാഴികളെ നിവർത്തിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും സന്ധ്യാസമയത്ത് പ്രാർത്ഥനകളും അപേക്ഷകളും നിന്റെ സന്ധിയിൽ കഴിപ്പാനായിട്ട് ഈ സന്ധ്യാസമയത്തേക്ക് ഞങ്ങളെ കൊണ്ടുവരികയും ചെയ്തവനായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവകളെ പരിമളവാസന പോലെ നീ അംഗീകരിച്ചുകൊണ്ട് സകലവിധ പാപങ്ങൾക്കും നീ മോചനം നൽകണമേ. രാത്രി സംബന്ധമായും അന്ധകാര സംബന്ധമായും ഉള്ള എല്ലാ പാപവികാരങ്ങളുടെ സകല ഇമ്പങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഈ സന്ധ്യ സമാധാനമുള്ളതും കലക്കമില്ലാത്തതുമായിട്ട് ഞങ്ങൾക്ക് നൽകണമേ. വരുന്ന രാവ് ഞങ്ങൾക്ക് മായാമോഹം കൂടാത്തതും ഉപദ്രവം കൂടാത്തതും ആക്കി തീർക്കണമേ. ഞങ്ങൾ ജീവനോടിരിക്കുന്ന കാലമെല്ലാം പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ന്യായവിസ്താര നാളിൽ നിന്റെ കരുണയും മനുഷ്യസ്നേഹവും പ്രാപിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. എന്തെന്നാൽ നീ കരുണയുള്ള ദൈവമാകുന്നു. നിനക്കിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാവുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമീൻ. ത്രിയേക ദൈവത്തിന് സ്തുതി. Respected Tirumeni, respected Achans, elders, and my dear friends. Glory to the God. I, you, and the majority of us has survived the pandemic till now. Praise the Lord. It's almost an year since coronavirus has affected the humans on planet Earth. It was a toe-breaking yorker of an illness, custom made for humans of 2020 AD. You can't touch as you spread the disease. You can't embrace, you spread the disease. You can't talk, you spread the disease. You can't assemble in the praise of Lord, as you will spread the disease. Human being was boxed into the confines of four walls. Chapter 9:21 of Jeremiah reads as such: Death has come in through our windows and entered our palaces. It has cut down the children in the street and young men in the marketplace. How true. Exactly the same was witnessed by all of us. It's not the first time that such calamity has struck humans. Holy Bible has many instances where such hard times where human relationship with God Almighty was tested.
be it be flood at the time of Noah, or the plagues, or the famine. Earth has faced the God's wrath. Corona is not the last, there will be more. The kind of world we live in, wherein the verses of Mark 13.8 comes true. The nation shall rise against nation, kingdom against kingdom, each trying to put other down, each trying to create its own hegemony. We can see a new pandemic which may be man-made or nature created, or the worst, the amalgamation of the two. In such situation, our aim is to be future ready. We have survived the past and we are surviving today. Our survival of today is not our abilities or our skills or our intelligence. As narrated in Exodus 9.16, the Pharaoh witnessed lots of death around him, but he was spared so that the Pharaoh can see the God's power from his own eyes. Like Pharaoh, we all who have survived COVID-19 till now has witnessed God's power. Till now, Almighty has spared us. Now from here on, how to be future ready is the question we ask ourselves. If the past is by Bible and the present is as predicted in the Bible, then Bible answers to our futures too. There are many pointers in Bible which can be the cornerstone and the foundation for our way to life in future. Today, I dwell on one. I quote from Proverbs chapter 3.26 to chapter 3.27. The Lord will keep you safe. He will not let you fall into the trap. Whenever you possibly can do good to those who need it. As we can see, COVID is receding. The vaccines may be out soon. COVID has left a lot of destruction in its path. And the destruction is intangible. Last 9 months in which we have lived a life which was cocooned by God's blessings, where we and our near dear ones were safe. But there are many who were not as lucky as us. Our aim should be to assist them and nurture them back to normalcy. Let us try our level best to understand our fellow human being again and see his unsaid pains and try to provide solace to him. This is what our Lord wants us to do. This is what will keep us in the blessed protective cover of our Almighty. Let's pray together. Amen. നല്ല ദേവനേ, ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. പച്ചമേച്ചിലിൽ ഞങ്ങൾ മേഞ്ഞിടുവാനായി മെച്ചമായ ആഹാരത്തെ നീ നൽകിടേണമേ. മെച്ചമായ ആഹാരത്തെ നീ നൽകിടേണമേ. അന്ധകാരമാമി ലോകയാത്രയിൽ ബന്ധുവായിരുന്നു വഴി കാട്ടിടേണമേ. ബന്ധുവായിരുന്നു വഴി കാട്ടിടേണമേ. ഇമ്പമേറിയ നിൻ അൻപുള്ള സ്വരം മുൻപേ നടന്നു സദാ കേൾപ്പിക്കണമേ. മുൻപേ നടന്നു സദാ കേൾപ്പിക്കണമേ. വേദവാക്യങ്ങൾ ഞങ്ങൾക്കാദായമാവാൻ വേദനാഥനേ നിന്റെ ജ്ഞാനം നൽകുകേ. വേദനാഥനേ നിന്റെ ജ്ഞാനം നൽകുകേ. സന്തോഷം സദാ ഞങ്ങൾ ചിന്തയിൽ വാഴാൻ സന്തോഷത്തെ ഞങ്ങൾക്കിന്നു ദാനം ചെയ്യുകേ. സന്തോഷത്തെ ഞങ്ങൾക്കിന്നു ദാനം ചെയ്യുകേ. താതേന്മാത്മാവും പ്രിയ നിത്യപുത്രനും
സാദരം സ്തുതി സ്തോത്രം എന്നും ചൊല്ലുന്നേൻ. സാദരം സ്തുതി സ്തോത്രം എന്നും ചൊല്ലുന്നേൻ. നല്ല ദേവനേ, ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനുഷ്യജീവിതം നശ്വരവും ക്ഷണികവുമായ ഒന്നാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുൻപിൽ ഒരു വലിയ സത്യമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതിന് യാതൊരു തക്കതായ വില കൊടുക്കാതെയാണ് മനുഷ്യൻ ജീവിക്കുന്നതും ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളെ പണിതുയർത്തുന്നതുമല്ല. ഒരു മനുഷ്യ ജീവിതത്തിൽ പ്രധാനമായ 3 ഘട്ടങ്ങൾ ഉണ്ട് എന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. ഒന്നാമതായി, ഒരു മനുഷ്യൻ തൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന ആദ്യഘട്ടം, അതായത് പ്രൈമറി സ്റ്റേജ്. ഈ അവസ്ഥയിൽ മനുഷ്യൻ ചിന്താശേഷിയില്ലാത്തവനായി, യാതൊരു വികാരങ്ങൾക്കും അടിമപ്പെടാത്തവനായി ദൈവത്തിൻ്റെ പരിലാളനയിൽ അമ്മയുടെ ഉദരത്തിൽ കഴിയുന്ന ആദ്യഘട്ടം. ഈ ആദ്യഘട്ടത്തിൽ നിന്ന് കുറേ കൂടെ മുൻപോട്ട് പോകുമ്പോൾ സങ്കീർണമായ ഒരു ലോകത്തിലേക്ക് ഈ കുഞ്ഞ് പൂജാതനാകുകയാണ്, അതായത് ഈ ലോക ജീവിതം. അമ്മയുടെ ഉദരത്തിൽ കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയാത്തവനായി മൗനിയായി കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ ഭൗതിക ലോകത്തിലേക്ക് വരുമ്പോൾ ഈ കുഞ്ഞ് ജീവനുള്ള ദേഹിയായി, ആ ജീവൻ മറ്റുള്ളവർക്ക് പ്രയോജനാത്മകമായത്തക്ക രീതിയിൽ സമൂഹത്തിന് മുൻപിൽ, മറ്റുള്ളവർക്ക് മുമ്പിൽ തൻ്റെ വ്യക്തിത്വത്തെ വരച്ചു കാട്ടുകയാണ്. അമ്മയുടെ ഉദരത്തിലെ ജീവിതത്തിൻ്റെ അവസ്ഥയെപ്പറ്റി പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ, അല്ലെങ്കിൽ ശാസ്ത്രം പറഞ്ഞു തന്നിട്ടുള്ള അറിവേ നമ്മൾക്കുള്ളൂ. മനുഷ്യൻ്റെ ജീവിതത്തിൽ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്തെക്കുറിച്ച് ആരും തന്നെ ഓർക്കാറില്ല. ഓർക്കുവാൻ ശ്രമിച്ചാൽ അത് നമുക്കൊട്ട് സാധിക്കുകയുമില്ല. എന്നാൽ അവൻ്റെ ഓർമ്മയിൽ, അവൻ്റെ ബുദ്ധിക്കനുസരിച്ച് നിയന്ത്രിക്കാവുന്ന ഒന്നാണ് അവന് നൽകപ്പെട്ട ഈ ലോകവാസം. ഇവിടെ അമ്മയുടെ ഉദരത്തിൽ ഏകനായി വസിച്ച ശിശു ഈ ലോകത്തിലേക്ക് വരികയാണ്. തൻ്റെ മാതാപിതാക്കളെ കാണുവാൻ, ആരാധനയുടെ ദൃശ്യവും അദൃശ്യവുമായ കാര്യങ്ങളെ കാണുവാൻ, കണ്ടു മനസ്സിലാക്കുവാൻ, സമൂഹത്തിൻ്റെ വിവിധങ്ങളായ തുടിമ്പുകളെ മനസ്സിലാക്കുവാൻ, ഇങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങളെ മനസ്സിലാക്കുവാനും വിവേചിച്ചറിയുവാനുമുള്ള ഒരു ചിന്താശേഷി ഭൗതിക ലോകത്തിലൂടെ ഈ കുഞ്ഞ് ആർജിച്ചെടുക്കുകയാണ്. ഇതിനുശേഷം ജീവിതത്തിൻ്റെ 3-ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്, ഇൻവിസിബിൾ ലൈഫ്, അതായത് ആത്മാവിൻ്റെ ജീവിതം. അമ്മയുടെ ഉദരത്തിലായിരുന്ന അവസ്ഥയെപ്പറ്റി ശാസ്ത്രം പറഞ്ഞു തന്നപോലെ ആത്മാവിലുള്ള ജീവിതത്തെപ്പറ്റി മതഗ്രന്ഥങ്ങളും വിശ്വാസങ്ങളും പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ജീവിതത്തിൻ്റെ 3 ഘട്ടങ്ങൾ: ഒന്നാമതായി, അമ്മയുടെ ഉദരത്തിലായിരുന്ന ആദ്യത്തെ അവസ്ഥ; 2, കാണപ്പെടുന്ന ഈ ലോകത്തിലെ 2ാമത്തെ അവസ്ഥ; 3, താൻ മരിച്ചതിന് ശേഷം തൻ്റെ വിശ്വാസത്തിൽ താൻ കാത്തു സൂക്ഷിച്ചതായ ആ വലിയ പറുദീസയുടെ അവസ്ഥ. ഈ 3 കാര്യങ്ങളെയും സങ്കീർണമായി കോർത്തിണക്കുകയാണെങ്കിൽ, ഈ 3 അവസ്ഥയും സങ്കീർണമായി കോർത്തിണക്കുകയാണെങ്കിൽ, പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചു, മനുഷ്യ ജീവിതം എന്നത് ഒരു സ്വർഗീയ തീർത്ഥാടനമാണ്. ഇറ്റ്സ് എ പിൽഗ്രിമിനേഷൻ ടു ഹെവൻ. സ്വർഗത്തിലേക്ക് നോക്കി യാത്ര ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ തീർത്ഥാടനം. ഈ 3 അവസ്ഥയിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ചിന്ത എന്നത് എനിക്കെന്നെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലണമെന്നാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യജീവിതം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് നോക്കി യാത്ര ചെയ്യുന്ന, തീർത്ഥാടനം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ കൂട്ടമാണ്. ജീവിതം ഒരു തീർത്ഥാടനമാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യ ജീവിതത്തിൻ്റെ തീർത്ഥാടനത്തിൻ്റെതായ ഒരു പശ്ചാത്തലം അവിടെ ഒരുങ്ങുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് വിശേഷിപ്പിക്കുന്ന ഇസ്രായേൽ, ദൈവം അവർക്കു വേണ്ടി കരുതിയതായ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും മനോഹരവും ഊഷ്മളകരവുമായ നിമിഷങ്ങൾ ഇന്നവർക്ക് അയവിറക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം അനുഗ്രഹകരമായ ഒരു ജീവിതത്തിൻ്റെ അവസാനം ചെന്നെത്തിയത് ഫറവോന്റെ കീഴിലുള്ള അടിമത്തത്തിലാണ്, മിസ്രൈമ്യരുടെ അടിമത്തത്തിൽ.
ഈ അടിമത്തത്തിൽ അവർ ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണ്. യഹോവേ, നിന്റെ മാംസത്തോട് മാംസമായും നിന്റെ ജീവശ്വാസം നീ മൂക്കിലൂതി നീ ജീവൻ കൊടുത്തതായി മനുഷ്യജാതി, നിന്റെ സ്വന്തം ജനം എന്ന് നീ വിശേഷിപ്പിക്കുന്ന യാക്കോബിന്റെ ജനം ഇന്ന് കഷ്ടതയുടെ നടുവിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ജനത്തിന്റെ നിലവിളി കൂട്ടമായിട്ട് സ്വർഗത്തിലേക്ക് ഉയരുകയാണ്. മനുഷ്യന്റെ നാവിലുള്ള സങ്കടകരമായ നിലവിളിക്ക് ദൈവം ഉത്തരമരുളുകയാണ്. ഇസ്രായേലെ കേൾക്കുക, ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിക്കും. നിനക്ക് സന്തോഷകരമായ സത്വർത്തമാനം ഞാൻ അറിയിക്കാൻ പോകുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് വായിക്കുവാൻ സാധിക്കും. മിസ്രൈമ്യരിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഉഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുവാനും ആ ദേശത്തു നിന്നും നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോന്യർ, പെരിസ്യർ, ഹിവ്യർ, എബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. നിങ്ങളുടെ നിലവിളി, നിങ്ങളുടെ കരച്ചിലിന്റെ ശബ്ദം എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ മഹിമയുടെ സിംഹാസനം ഉപേക്ഷിച്ച് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ദൈവം ഉത്തരം പറയുകയാണ്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. യു ഹാവ് ടു ഡു വൺ തിങ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ യാത്ര ചെയ്യണം. നിങ്ങളിപ്പോൾ ആയിരിക്കുന്നതായ അടിമത്തത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് സ്വർഗീയമായ കനാൻ നാട്ടിലേക്ക്, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യണം. യഹോവയായ ജനം ഇസ്രായേൽ ജനയ്ക്ക് കൊടുത്തതായ ഒരു സത്വർത്തമാനത്തിൻ്റെ പൊരുൾ ഇതായിരുന്നു: നിങ്ങൾക്ക് മുട്ടുണ്ടാകാതെ ഇരിക്കണമെങ്കിൽ, നിങ്ങൾക്ക് മോക്ഷം ലഭിക്കണമെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യണം. ഇങ്ങനെ ജനം യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിത്തിരിക്കുകയാണ്. അവിടെ നേതാവായി മോശയുണ്ട്. പുരോഹിതനായിട്ട് പൗരോഹിത്യ ശുശ്രൂഷ നടത്തുവാൻ അഹറോനുണ്ട്. മോശയുടെ കാലശേഷം നാം കാണുന്നു യോശുവ വരുന്നു. പിന്നീട് ജനത്തെ നയിക്കുവാൻ ന്യായാധിപന്മാർ വന്നു, രാജാക്കന്മാർ വന്നു. ഏറ്റവും ഒടുവിൽ ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സാക്ഷാൽ ദൈവം കാലസമ്പൂർണതയിൽ മനുഷ്യനായിട്ട് അവതരിക്കുകയാണ്. അങ്ങനെ ശ്രേഷ്ഠകരമായ ഒരു യാത്ര പുറപ്പാട് പുസ്തകത്തിൽ നാം വായിച്ചു കേൾക്കുകയാണ്. പുറപ്പാട് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പുറപ്പെട്ട് പോവുക എന്നതാണ്. മിസ്രയീമിൽ അടിമത്തിൽ നിന്ന് ഈ ജനത്തെ വിടുവിച്ചെടുത്ത ലിബറേഷൻ ഹിസ്റ്ററി, വിടുവിക്കലിന്റെ ചരിത്രമാണ് പുറപ്പാട് പുസ്തകത്തിൽ ഉടനീളം നാം വായിക്കുന്നത്. അങ്ങനെ ജനം യാത്ര ചെയ്യുവാനായിട്ട് ആരംഭിക്കുകയാണ്. യാത്ര ചെയ്യുവാൻ ഒരുങ്ങി നിൽക്കുന്ന ജനസമൂഹത്തോട് യാത്രയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയുള്ള ചില മൂല്യങ്ങൾ, ചില മൂല്യസൂക്തങ്ങൾ ഓരോ യാത്രികനും അറിഞ്ഞിരിക്കണം എന്ന്, അവൻ്റെ യാത്രയെ പാലിച്ചിരിക്കുകയും വേണ്ടിയതായ ചില മൂല്യസൂക്തങ്ങൾ യഹോവ കൊടുക്കുന്നുണ്ട്. ഒന്നാമതായി, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു: ഇസ്രായേലെ, നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ നിർമ്മിച്ചവനും നിന്നെ പരിപാലിച്ചവനുമായ ദൈവത്തെ നീ ഓർത്തുകൊള്ളുക. യാത്ര ചെയ്യുന്ന മനുഷ്യജാതിയോട്, മനുഷ്യകുലത്തോട് യഹോവയായ ദൈവം അരുളി ചെയ്യുകയാണ്: യാത്രയിലുടനീളം ദൈവ സാന്നിധ്യ ബോധം നീ തിരിച്ചറിയണം. റിയലൈസേഷൻ ഓഫ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, ദൈവ സാന്നിധ്യ ബോധം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ദൈവ സാന്നിധ്യ ബോധത്തെ അനുഭവിച്ചറിഞ്ഞതായ ഒരു വ്യക്തിയെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. നമുക്കേവർക്കും സുപരിചിതമായ ഒരു കഥാപാത്രമാണത്. തിമായിയുടെ പുത്രനായ ബർത്തിമായി. തിമായിയുടെ പുത്രനായ ബർത്തിമായാണ് യേശുക്രിസ്തു ആ വഴി വരുന്നുണ്ട് എന്നറിഞ്ഞ് നിലവിളിക്കുകയാണ്: യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ ചെയ്യണമേ. ബർത്തിമായിക്കൊരു ഒറ്റ ആവശ്യമേ ഉള്ളായിരുന്നു: തൻ്റെ കാഴ്ച തനിക്ക് തിരികെ ലഭിക്കണമെന്നത്. കാഴ്ചയില്ലാത്തത് കൊണ്ട് സ്വന്തം മാതാപിതാക്കളെ കാണുവാൻ പറ്റുന്നില്ല, സഹോദരങ്ങളെ കാണുവാൻ പറ്റുന്നില്ല. കാഴ്ചയില്ലാത്തത് കൊണ്ട് പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുവാൻ പറ്റുന്നില്ല. ദൈവസ്നേഹം എന്താണെന്ന് ദൃശ്യമായി മനസ്സിലാക്കുവാനുള്ള പദ്ധതി തൻ്റെ കാഴ്ചക്കുറവ് മൂലം കൃത്യമായി മനസ്സിലാക്കിയിട്ട് ദൈവസന്നിധിയിൽ കീഴുകയാണ്: യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണേ. പ്രിയമുള്ളവരെ, ഒരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നു: ഭൃത്യമായ ക്രിസ്തുവിന്റെ വരവിനെ എങ്ങനെ മനസ്സിലാക്കി? കാണുവാൻ കണ്ണുകളില്ലാത്ത, കാഴ്ചയില്ലാത്തവനായ ഭൃത്യമായി എങ്ങനെ മനസ്സിലാക്കി യേശു ക്രിസ്തു ആ വഴി വരുന്നുണ്ട് എന്ന്? ഇവിടെ
വചനത്തിൽ വേദപുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്: പുരുഷാരത്തിൻ്റെ ആരവാരങ്ങളിലൂടെ വൃത്തിയുമായി മനസ്സിലാക്കി നസ്രായനായ യേശുക്രിസ്തു തൻ്റെ അടുക്കിലേക്ക് വരുന്നുണ്ട് എന്നുള്ള ആ സത്യം. പുരുഷാരത്തിൻ്റെ ആരവാരങ്ങളിലൂടെ ചുറ്റും നിന്ന ജനസമൂഹത്തിൽ നിന്ന് ദൈവം വരുന്നു എന്ന ശബ്ദം കൃത്യമായി മനസ്സിലാക്കി. അങ്ങനെ ദൈവ സാന്നിധ്യ ബോധം കൃത്യമായിക്ക് തിരിച്ചറിയുവാൻ ഇടയാകുകയാണ്. നാം ഇവിടെ ചിന്തിക്കേണ്ടിയ ഒരു വലിയ ചിന്തയുണ്ട് പ്രിയമുള്ളവരെ. നമുക്കിന്ന് കാണുവാൻ കണ്ണുകളുണ്ട്, കാലുകളുണ്ട്, സംസാരിപ്പാൻ നാവുകളുണ്ട്. ദൈവ സാന്നിധ്യ ബോധം അനുഭവിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു വലിയ ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. നമുക്ക് ചുറ്റും നിലനിൽക്കുന്ന പുരുഷാരത്തിൻ്റെ ശബ്ദങ്ങളിലൂടെ, നമുക്ക് ചുറ്റും നിൽക്കുന്ന സമൂഹത്തിലൂടെ ദൈവത്തിൻ്റെ വരവിനെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരിക്കൽ ഒരു ധനികനായ മനുഷ്യൻ രാത്രി മുഴുവനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. യഹോവയായ ദൈവം സ്വർഗത്തിൽ അവന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ്: ഞാൻ നിന്റെ പ്രാർത്ഥനയിൽ പ്രീതിപ്പെട്ടിരിക്കുന്നു, നിന്നോട് എനിക്ക് വാത്സല്യവും സ്നേഹമുണ്ട്, നിന്റെ ഭവനം സന്ദർശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ മനുഷ്യൻ വളരെ ആകാംക്ഷയോടെ ചോദിക്കുകയാണ്: ഏത് നിമിഷമായിരിക്കാം കർത്താവ് ഇനി വരുന്നതെന്ന് എന്നോട് പറയുമോ എന്ന്. ദൈവം മറുപടിയായിട്ട് നൽകുകയാണ്: പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള ഏതെങ്കിലും ഒരു നേരങ്ങളിൽ ഞാൻ അവിടെ വരുമെന്ന് മറുപടി നൽകുകയാണ്. രാവിലെ ഈ മനുഷ്യൻ തൻ്റെ ഭവനം ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ വേണ്ടി ഒരുങ്ങി. അല്പനേരത്തിന് ശേഷം ഒരു കർഷകൻ ആ ഭവനത്തിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിന് പാടത്ത് പണിയെടുക്കുവാൻ പണിയായുധങ്ങൾ ഒന്നുമില്ല, വിശപ്പകറ്റുവാൻ ആഹാരമില്ല, പണിയെടുത്ത് ജീവിക്കുവാൻ യജമാനനെ അങ്ങയുടെ അടുത്ത് ഒത്തിരി പണിയായുധങ്ങൾ ഉണ്ടല്ലോ, എനിക്ക് ഒരെണ്ണം തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കർഷകൻ ആ ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. മറുപടിയായിട്ട് ഈ മനുഷ്യൻ നൽകുന്നത്: ഇന്ന് ഞാൻ വളരെ തിരക്കിലാണ്, നിനക്ക് പണിയായുധങ്ങൾ അടുത്ത് തരുവാൻ പുറത്തുള്ള മുറിയിലേക്ക് ഞാൻ വന്നാൽ ആ നിമിഷം ഞാൻ കാത്തിരിക്കുന്ന വിശിഷ്ട അതിഥി എൻ്റെ ഭവനത്തിൽ വന്നാൽ എനിക്ക് സ്വീകരിക്കാൻ കഴിയുകയില്ല, അതുകൊണ്ട് എന്നെ ബുദ്ധിമുട്ടിക്കാതെ നീ പോകണമേ എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ പറഞ്ഞയക്കുകയാണ്. പിന്നീട് കീറിപ്പറഞ്ഞ വസ്ത്രവുമായി ഒരു ദരിദ്രൻ വരികയാണ്. വാതിക്കൽ നിന്നുകൊണ്ട് യജമാനനെ ഭക്ഷിപ്പാൻ വല്ലതും തരണമേ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ധനികനായ മനുഷ്യൻ കൊടുക്കുന്ന മറുപടി: ഇന്നെൻ്റെ ഭവനത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നതെല്ലാം വിലപിടിപ്പുള്ളതായ അല്ലെങ്കിൽ വിലയേറിയതായ ധാന്യങ്ങൾ കൊണ്ട് ഞാൻ ഒരുക്കിയിരിക്കുന്ന ഭക്ഷണമാണ്. ഞാൻ ക്രിസ്തുവിനെ കാത്തിരിക്കുകയാണ്, അവൻ ഏതു നേരവും അവൻ്റെ ഭവനത്തിൽ വരും, അതുകൊണ്ട് എന്നെ ബുദ്ധിമുട്ടിക്കരുത്, നീ പോകണമെന്ന് പറയുകയാണ്. മൂന്നാമതായി, ഒരു വിധവ ഒരു കുഞ്ഞിനെ തോളിലേറ്റിക്കൊണ്ട് പാർക്കാനൊരു ഭവനം അന്വേഷിച്ച് സമയം അന്തിയോടടുത്തപ്പോൾ ആ ധനികനായ മനുഷ്യൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഈ മനുഷ്യൻ വീണ്ടും കൊടുക്കുന്ന മറുപടി: ഇന്ന് ക്രിസ്തു എൻ്റെ ഭവനം സന്ദർശിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു, ഞാൻ രാവിലെ തൊട്ട് അവന് വേണ്ടി കാത്തിരിക്കുകയാണ്, ഏത് നിമിഷവും അവൻ എൻ്റെ ഭവനം സന്ദർശിച്ചേക്കാം, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഭവനം ഒരുക്കുവാൻ അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുവാൻ ഈ ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ ക്രിസ്തു എൻ്റെ ഭവനം സന്ദർശിക്കുകയും എനിക്ക് വിഷമകരമായ ഒരവസ്ഥയിലേക്ക് ഞാൻ ചെല്ലുകയും ആകുത്തീരുമേ എന്ന് പറയുകയാണ്. രാത്രിയായി നിരാശയോടെ പ്രാർത്ഥിക്കാതെ ദൈവസന്നിധിയിൽ ഈ മനുഷ്യൻ ഉറങ്ങുകയാണ്. വാക്ക് പാലിക്കുന്നവനാണ് ദൈവമെന്ന് പറഞ്ഞെങ്കിലും ഇന്ന് തൻ്റെ ജീവിതത്തിൽ അവൻ മനസ്സിലാക്കുകയാണ്, വരുമെന്ന് പറഞ്ഞ ദൈവം വന്നില്ല. രാത്രി അവൻ വീണ്ടും സ്വപ്നം കണ്ടു. വേദനയോടെ ആ മനുഷ്യൻ ദൈവത്തോട് ചോദിക്കുകയാണ്: എന്നെ ഇത്രമാത്രം വഞ്ചിച്ചത് എന്തിനാണ്? നീ വരുമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഭവനമെല്ലാം അലങ്കരിച്ച് നിന്നെ സ്വീകരിക്കുവാൻ വേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു. പ്രാർത്ഥിക്കുകയോ ഒരുക്കുവാൻ വേണ്ടി എനിക്ക് പല കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, അതൊന്നും ഞാൻ ചെയ്തില്ല. ഞാൻ ഭക്ഷിക്കുകയോ പോലും ചെയ്യാതെ വേണ്ടി ഞാനൊന്നും എല്ലാം മാറ്റിവെച്ച്, എൻ്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നിനക്ക് വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. ദൈവം ഇവിടെ മറുപടിയായിട്ട് കൊടുക്കുന്ന വാക്കുകളുണ്ട്: മകനെ, ഇന്ന് 3 പ്രാവശ്യം ഞാൻ നിൻ്റെ അടുക്കൽ വന്നു, പക്ഷേ നീ എന്നെ തിരിച്ചറിഞ്ഞില്ല. വീണ്ടും ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, മകനെ, ഇന്ന് 3 പ്രാവശ്യം ഞാൻ നിൻ്റെ അടുക്കൽ വന്നു, പക്ഷേ നീ എന്നെ തിരിച്ചറിഞ്ഞില്ല. പലപ്പോഴും ദൈവം അദൃശ്യനായിട്ട് നമ്മുടെ ഇടയിലുണ്ട്, പക്ഷേ ദൈവ സാന്നിധ്യ ബോധം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയമുള്ളവരെ,
ശിഷ്യന്മാർ ഇത് തന്നെയാണ് ക്രിസ്തുവിനോട് ചോദിക്കുന്നത്. ദൈവരാജ്യം അന്വേഷിച്ച് ഞങ്ങൾ എവിടെയാണ് പോകേണ്ടത്? അതിനെ അന്വേഷിച്ച് നിങ്ങൾ മറ്റെങ്ങും പോകണ്ട, പക്ഷേ അതിനെ കണ്ടെത്തുന്നവനാണ് ഭാഗ്യം. നമ്മുടെ ഇടയിലുള്ള ദൈവരാജ്യത്തെ കണ്ടെത്തുവാൻ, ദൈവസാന്നിധ്യ ബോധത്തെ തിരിച്ചറിയുവാൻ നമുക്ക് ഇടയാകണം. പ്രിയമുള്ളവരെ, ആകാശത്തോളം ഉയർത്തപ്പെടുമ്പോഴും സൗഭാഗ്യങ്ങൾ കൊണ്ടൊക്കെ ജീവിതത്തിൽ നിറയപ്പെടുമ്പോഴും അറിവിൻ്റെ ഭീമമായ ഒഴുക്കിനിടയിലും സമ്പത്തിൻ്റെ മായാഭ്രമങ്ങളുടെ വിഭിന്ന കാഴ്ചകൾക്കിടയിലും എൻ്റെ ശരണവും എൻ്റെ ദൈവവും യഹോവയാകുന്നുവെന്ന് പറഞ്ഞ് ജീവിതം പുതുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം. യാമനമസ്കാരങ്ങളും കുമ്പിടിലുകളും ഒക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവ തേജസ്സിലേക്ക് തിരിച്ചു വരികയാണ്. ആകാശത്തോളം ഉയർത്തപ്പെടുമ്പോഴും സൗഭാഗ്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ഉയർത്തപ്പെടുമ്പോഴുമെല്ലാം ദൈവത്തിൻ്റെ മുഖം മറന്നാൽ ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാതാളത്തോളം തള്ളിയിടുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും മാറ്റപ്പെട്ടു പോകുന്ന ഒരു ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയാകരുത്. മോശയുടെ യൗവനം ശോഭിച്ചത് ഭൗതിക തീക്ഷ്ണതയാലല്ല, മറിച്ച് ദൈവാവബോധം എന്ന എരിയുന്ന അഗ്നിയാലാണ്. ആ അഗ്നിയുടെ ചൂട് നമ്മുടെ ചിന്തകൾക്ക് ചൂട് പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. Praise the Lord. Giving this platform for prayer during COVID-19 pandemic, I especially thank His Grace Givergis Mar Kuriolus Trimeni and Diocese of Bombay, the Malangara Orthodox Syrian Church. In the name of the Father, and the Son, and the Holy Spirit. Amen. I praise and give you thanks for all the glorious blessing and protection that you have bestowed upon each of one of us. Thank you for holding us in the palm of your loving hand, even when things don't go our way. Help us to be grateful for all of it. I would like to read Psalm chapter 139 verses 1 to 6. Lord, you have examined me and you know me. You know everything I do. From far away you understand all my thoughts. You see me whether I am working or resting. You know all my actions. Even before I speak, you already know what I will say. You are all round me on every side. You protect me with your power. Your knowledge of me is too deep. It is beyond my understanding. This year, hundreds of thousands of people around the world have sadly lost their lives, lost their loved ones, and suffered due to this pandemic. Your hope and prayer have strengthened many to overcome the mental stress during this difficult time. Heavenly Father, I open my heart wide to receive your love today. I pray for those people who are still struggling and with your blessing will be back soon to their normal life and come together to worship you. May the God bless us all. Amen. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളേവരുടെ മേലും സഭയുടെ മേലും സമൂഹത്തിൻ്റെ മേലും ദൈവസൃഷ്ടി മുഴുവനായും പ്രത്യേകിച്ചും കൊറോണയുടെ ഭീകരമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന എവരുടെ മേലും അവരെ സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യുന്ന എവരുടെ മേലും ദൈവസന്നിധിയിലേക്ക് കൂടി ചേർക്കപ്പെട്ട് വാങ്ങിപ്പോടെ ആത്മാക്കളുടെ മേലും
ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.